ഏലപ്പാറ ബദേൽ പ്ലാന്റേഷൻ കോഴിക്കാനം 2ാം ഡിവിഷൻ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഒന്നാമത് ഓപ്പൺ കബഡി ടൂർണമെന്റിന് തുടക്കമായി. മത്സരത്തിൽ 1ാം സ്ഥാനം നേടുന്ന ടീമിന് 20,001 രൂപയാണ് ക്യാഷ് പ്രൈസ് നൽകുന്നത്. കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള മികച്ച ടീമുകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. തോട്ടം മേഖലയായ ഏലപ്പാറയുടെ കായിക മേഖലയ്ക്ക് പുതിയ ഉണർവേകിയാണ് ഒന്നാമത് ഓപ്പൺ കബഡി ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ബദേൽ പ്ലാന്റേഷൻ ഏലപ്പാറ കോഴിക്കാനം 2ാം ഡിവിഷൻ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് മത്സരം സംഘടിപ്പിച്ചത്. മത്സരത്തിൽ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള മികച്ച ടീമുകളാണ് മത്സരിക്കുന്നത്. ബദേൽ പ്ലാന്റേഷൻ ജനറൽ മാനേജർ ബിനു പി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ സന്തോഷത്തിലാണെന്ന് പറഞ്ഞത്, ഞാൻ ഈ കബഡി കളി ഏറ്റവും കൂടുതൽ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാനൊരു കബഡി കളിക്കാരനായിരുന്നു ചെറിയ പ്രായത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് ഇവിടെ കടന്നു വരാൻ സാധിച്ചതും വലിയൊരു കാര്യമായി ഞാൻ കണക്കാക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് ദക്ഷിണേഷ്യയിൽ ആരംഭിച്ച ഒരു മത്സരമാണ്. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് നമ്മുടെ ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ പോലും ഇത് വളരെ ആഘോഷപൂർവ്വം നടത്തുന്ന ഒരു കാര്യമാണ്. ഈ കബഡി മത്സരത്തെ സംബന്ധിച്ചിടത്തോളം ഈ കബഡി മത്സരം കായികക്ഷമതയുടെ മാത്രമല്ല, കൗശലത്തിന്റെ കൂടെ ഒരു കളിയാണ് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കൗശലത്തിന്റെയും കായികക്ഷമതയുടെയും ഒരു സമ്മിശ്രം ആയ ഒരു കബഡി കളി മത്സരം ഇന്നിവിടെ നടക്കുമ്പോൾ ഇത് സംഘടിപ്പിച്ച സംഘാടകരോടും ഇത് കളിക്കുന്നവരോടും മറ്റെല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി, മാത്യു ജോർജ് തുടങ്ങിയവരും ചടങ്ങിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ, മത, സാമുദായിക, സാംസ്കാരിക മേഖലയിലെ നേതാക്കളടക്കം പങ്കെടുക്കും. മത്സരത്തിൽ 1ാം സ്ഥാനം നേടുന്ന ടീമിന് 20,001 രൂപയാണ് നൽകുന്നത്. കൂടാതെ എവറോളിംഗ് ട്രോഫിയും നൽകും. 2ാം സ്ഥാനം നേടുന്ന ടീമിന് 10,001 രൂപയും ട്രോഫിയും നൽകും. 3ാം സ്ഥാനം നേടുന്ന ടീമിന് 5,001 രൂപ നൽകും. കൂടാതെ ബെസ്റ്റ് ടീം, ബെസ്റ്റ് ക്യാച്ചർ, ബെസ്റ്റ് റൈഡർ, ബെസ്റ്റ് പ്ലെയർ, ബെസ്റ്റ് ഡിഫൻഡർ തുടങ്ങിയ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്കും സമ്മാനങ്ങളുണ്ട്. രക്ഷാധികാരി എസ് വിൻസെന്റ്, പ്രസിഡന്റ് ഷൈജു പി, സെക്രട്ടറി മണികണ്ഠൻ, അനീഷ് എം, മാത്യു ജോർജ് എന്നിവർ നേതൃത്വം വഹിച്ചു.